ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു, യാ അബതി ലിമ തഅബുദ്, എന്തിനാണ് ആരാധിക്കുക? മാ ലാ യസ്മഉ വലാ യബ്സുർ വലാ യുഗ്നി അൻക ഷൈഅൻ, കേൾക്കുകയോ കാണാത്ത. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നവനാണ്, അവൻ കാണുന്നവനാണ്. വലാ യുഗ്നി അൻക ഷൈഅൻ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അങ്ങേ താങ്കളെ സഹായിക്കാൻ, ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുകയും. വഅലാ ഖൗമിഹി ഫതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ഷൈഅൻ വലാ യദുറുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവയെ നിങ്ങൾ ആരാധിക്കുന്നത് അതിനെയാണോ? ഈ ഇവിടൊക്കെ ശ്രദ്ധിക്കുക, നഫ്ഉ ദുർറ്, ഈ പറഞ്ഞ രണ്ടും ദുനിയാവിൽ പരസ്പരം സൃഷ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ഒക്കെ അള്ളാഹു അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതല്ലാത്ത ഒന്നും ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല. ഒരു ഗ്ലാസ് ഒന്നും ഇങ്ങോട്ട് അനക്കി വെക്കാൻ പോലും ഒരാൾക്ക് സാധിക്കുകയില്ല, അള്ളാഹു അതിന് കഴിവ് കൊടുത്താലല്ല. ഇത് യഥാർത്ഥത്തിൽ തൗഹീദിനുള്ള തെളിവാണ്. ഇതേ തെളിവാണ് ഇന്നാലില്ല ഇവിടെ കുബൂരികൾ അള്ളാഹ് ദുആ ചെയ്യാൻ തെളിവാക്കുക. എങ്ങനെ പറയാ? അള്ളാഹ് കൊടുത്ത കഴിവ് ആർക്ക് കൊടുത്തത്? വലിയ കൊടുത്തത്. എവിടെ തെളിവ്? കൊടുത്തതിന് എവിടെ തെളിവ്? കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതിന് മലക്കുകളിലുള്ള വിശ്വാസം തെളിവാണ്. മലക്കുകൾക്ക് എന്തൊക്കെ കഴിവുണ്ട്? ഖുർആനിൽ ഹദീസിൽ വന്ന് തെളിവായി വന്നത് എന്തൊക്കെയുണ്ട്? ഒരു വലിയകളെ കുറിച്ച് പറയുന്ന പലതിനേക്കാളും വലിയ തെളിവുണ്ട്, ഇല്ലേ? മലക്കുകളുടെ വിശ്വാസം ഇവർ ഔലിയാക്കന്മാർക്ക് കൊടുത്ത കഴിവെന്ന് ചോദിക്കാം എന്നുള്ളതിന് എതിരാകുന്ന ഏറ്റവും നല്ല തെളിവുകളിൽപ്പെട്ടതാണ് മലക്കുകളെ കഴിവ്. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരു മലക്കിനോട് ചോദിക്കുന്നില്ല, ജിബ്രീലിന് എന്തൊക്കെ കഴിവുണ്ട്, മലക്കുൽ ജിബാലിന് എന്തൊക്കെ കഴിവുണ്ട്, മീകായിലിന് എന്തൊക്കെ കഴിവുണ്ട്, എത്ര വലിയ കഴിവുണ്ട്. പക്ഷെ ഒരൊറ്റ കൊടുത്ത കഴിവുകൾ ചോദിക്കാമെന്ന് ഇവരോട് ചോദിക്കണ്ടേ? ഒന്ന്, അത് കൊടുത്തിട്ടുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കാൻ പറ്റുന്നില്ല. രണ്ട്, നിങ്ങൾ ഈ പറയുന്ന വലിയനും മറ്റൊക്കെ കഴിവ് കൊടുത്തു എന്നുള്ളതിന് ഒരു തെളിവില്ല. നിങ്ങൾ പറയുന്നതാണ് അവർ വലിയാണ് എന്നതിന് തന്നെ തെളിവില്ല. ഓക്കെ, ഒരാൾ വലിയാണ്, എന്താ ഇസ്ലാമിലെ അഖീദ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ യുദ്ധം ചെയ്ത ഒരാള് നീ സ്വർഗത്തിലാന്ന് പറഞ്ഞാണ് അള്ളാഹുവിന്റെ റസൂലെ തിരുത്തിയത്. അയാളെ അവസ്ഥ എന്താ നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഇന്നത്തെ കാലത്ത് ഈ കണ്ട ആൾക്കാരൊക്കെ വലിയാക്കുന്നതിന് എന്താ തെളിവുള്ളൂ? ഒരു തെളിവില്ല. എല്ലാ അർത്ഥത്തിലും ഷിർക്ക് എല്ലാ അർത്ഥത്തിലും നിരർത്ഥകമാണ്. ഇതിനോളം തകർന്നടിഞ്ഞ ഒരു ആദർശമല്ല ഷിർക്കിനോളം, തൗഹീദിനോളം വാഹിറായ മറ്റൊരു കാര്യമില്ല. അതുകൊണ്ട് ചില ആൾക്കാർ പറഞ്ഞത് അള്ളാഹുവിനുള്ള ഏകത്വം എന്നത് അത്രയും തെളിവുകളുള്ള കാര്യമെന്നല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുള്ള തൗഹീദാണ് എല്ലാത്തിന്റെയും ദലീൽ. കാരണം അതിന്റെ ദുഹൂർ കാരണം, തൗഹീദിന്റെ തെളിവുകളുടെ ശക്തി കാരണത്താൽ ചിലർ പറഞ്ഞേക്കണം റബ്ബിലേക്കല്ല എല്ലാ ദലീലും ഉള്ളത്, മറിച്ച് റബ്ബാണ് എല്ലാത്തിന്റെയും ദലീൽ. എല്ലാത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തെളിവുകൾ നിശ്ചയിച്ചത്.